പ്രധാനമായിട്ടുള്ളത് KSRTC അല്ല, ഇതിപ്പോൾ MLA ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാണ്. പക്ഷേ മെയിനായിട്ടുള്ളത് ഈ ഹൈവേ തൃശ്ശൂർ മുതൽ എറണാകുളം വരെയുള്ള ഹൈവേയിൽ വലിയ കുരുക്കാണ്. ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടക്കാരെല്ലാം അമ്പാടും വിഷമമില്ല. ബസ്സിലൊക്കെ ഇരിക്കുന്നവരെ ബസ്സുകളൊക്കെ വരുന്നത് 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുരുക്കൊന്ന് അഴിക്കണം എന്നുള്ളതുകൊണ്ട് പരമാവധി ലൈറ്റുകളെ ഒഴിവാക്കി സ്ട്രൈറ്റായിട്ട് വണ്ടിയുടെ ഫ്ലോ ചെയ്യാനുള്ള പരിപാടിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആൾക്കാരുണ്ട്, മോട്ടോർ വെഹിക്കിൾ, പോലീസ് എല്ലാവരും ഉണ്ട്. പിന്നെ അതാത് സ്ഥലത്ത് നമ്മളൊരു പ്ലാനുണ്ട് നമ്മുടെ ഒരു ബെസ്റ്റ് ഐഡിയ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളനുസരിച്ച് ചെയ്യും. നാഷണൽ ഹൈവേ ചെയ്യാത്ത വർക്കുകളാണെങ്കിൽ നമ്മൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുത്ത് ചെയ്ത് ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ചാലക്കുടി 2 സൈറ്റിൽ നമ്മൾ പോയിരുന്നു. ഈ 2 സൈറ്റിലുമായിട്ട് 12 മാസത്തിനിടയിൽ 6 ദാരുണ മരണങ്ങളാണ്. അപ്പോൾ അത് എല്ലാവരും സഹകരിക്കണം. കാരണം എന്താ, എൻ്റെ വീട്ടിലോട്ട് കയറുന്നിടത്തെല്ലാം തുറന്ന് കിടക്കട്ടെ, എൻ്റെ വീട്ടിലോട്ട് കയറുന്ന അങ്ങനെ തുറന്നിടാൻ പറ്റത്തില്ല. ഇത് ഹൈവേ ആണ്, വരുന്ന വളരെ വേഗത്തിലാണ് വണ്ടി വരുന്നത്. എത്ര വേഗത്തിൽ പോയാലും അങ്കമാലിയുള്ള സ്ഥലത്ത് വന്നങ്ങ് കുടുങ്ങുകയാണ്. ഈ പോട്ടയിലേക്കുള്ള 2 ലൈറ്റുകൾ ശരിക്കും പറഞ്ഞാൽ വലിയ കാലതാമസം ഉണ്ടാക്കുക. നമ്മൾ തൃശ്ശൂർ വിട്ടു നോക്കും, എത്ര ലൈറ്റാണ്. ലൈറ്റിൻ്റെയൊക്കെ ടൈമിങ് മാറ്റും. നിർബന്ധമായി ലൈറ്റ് വേണ്ട സ്ഥലങ്ങളിൽ ഹൈവേയിൽ കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് സൈഡിൽ സമയം കുറയ്ക്കും. ഇത് ഇന്ന് ഞങ്ങൾ ആലുവ വരെയാണ് നോക്കുന്നത്. ആലുവ കഴിഞ്ഞുള്ളത് പിന്നെ HMD കവല വരെ നോക്കണം. ഇത് അത് മാത്രമല്ല, ഇവിടെയും പോകുന്നുണ്ട് ഞങ്ങൾ. കാലടി പാലത്തിൻ്റെ ജംഗ്ഷനിൽ 1.5 മണിക്കൂർ 2 മണിക്കൂറാണ് ബ്ലോക്ക്. 7 കിലോമീറ്റർ ദൂരത്തിലേക്കാണ് ബ്ലോക്ക് കിടക്കുന്നത്. ഇന്നലെ രാത്രി പോലും 11 മണിക്ക് ഞാൻ വരുമ്പോൾ ബ്ലോക്കിലായിരുന്നു, പെട്ടുപോയി. അല്ല, ഈ ഹൈവേയിൽ ആദ്യം ക്ലിയർ ചെയ്യാം. നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്നതാണ്. മാക്സിമം പെട്ടെന്ന് ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് നോക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം രംഗത്ത് കാണും. പിന്നെ അത് എത്രയും പെട്ടെന്നാണ് കുരുക്കഴി നിങ്ങളും നോക്കണം. എന്തെങ്കിലും നടന്നില്ലെങ്കിൽ അറിയിക്കണം, മീഡിയയെ അറിയിക്കണം. ഇനി നമ്മൾ അങ്കമാലി ഏതാ